നമുക്ക് വീതിൻ്റെ പകുതി എടുക്കുക. വീതിയുടെ പകുതി 7.6 7.12 3.12 7ൻ്റെ പകുതി. 12ൻ്റെ പകുതി 6. അപ്പം 3.18 വീതിയുടെ പകുതി. ഇപ്പം നമുക്ക് കീഴിറക്കം ഒരു കോല് 6 പറഞ്ഞും കൂടി കൂട്ടാം. 1.25 കോല് 1 6 18 6 24 3 4 4 24 എന്ന് പറഞ്ഞാൽ 5 കോലാണ്. അപ്പം 5 കോല് 24 അങ്ങനെയാണ് ഒരു കോല്. അപ്പം 5 കോലാണ്. 5 കോലാണ് ഇതിൻ്റെ വീതിയുടെ പകുതി കീഴടക്കം അടക്കം ഉള്ളത്. അപ്പോൾ നമുക്കൊരു വീതി 25 കോലാകുമ്പോൾ നമ്മളിപ്പോൾ 4 അങ്കുലത്തിൻ്റെയാണ് തോതുണ്ടാക്കിയത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വേണ്ടത് 6 5 30 തോതാണ്. 30 തോത്. അപ്പോൾ ഇങ്ങനെ 30 തോതെടുക്കുമ്പോൾ ഒരു കഴുക്കോലെടുക്കുന്നു. അതിൻ്റെ ഇവിടെ നിന്നൊരു നടുക്കോടെ ഒരു ലൈൻ വരയ്ക്കുന്നു. കൊടുനൂലെന്ന് പറയും. മുകളിൽ നമുക്ക് മാർക്ക് ചെയ്യുന്നു ഒരു കുടുമയ്ക്കുള്ളത്. അത് കഴിഞ്ഞൊരു അരക്കോല് മാറ്റിയിട്ട് ഒരു തുളയും മാർക്ക് ചെയ്യുന്നു. ചിലർ മുകളിൽ വരയ്ക്കും, ചിലർ അടിയിൽ വരയ്ക്കും, ചിലർ സെൻറ്ററിൽ കൂടെ വരയ്ക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല അടിയിൽ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കുടുമയായി, വളയായി, പിന്നെ ഇരുത്തിൻ്റെ അത് 7.12 കണക്കായിട്ടാണ് വയ്ക്കുന്നത്. 7.12 എന്ന് പറയുമ്പം 3.12 3.18 3.18 കണക്കാക്കി ഇവിടെ വയ്ക്കും. അവിടെ കുടുമ ഇരുത്തും വരയ്ക്കുന്നു. പിന്നെ മൊത്തം 30 തോത് ഇവിടെ എത്തുമ്പോൾ തൂക്ക് മുറിച്ച്, അല്ലെങ്കിൽ തൂക്കിൻ്റെ കൂടെ ഇങ്ങനെ മുറിച്ചിട്ട് കഴുക്കോല് പണിയുന്നു. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ആദ്യം വരച്ച കോടിയുടെ അളവ്. ആ കോടിയുടെ അളവ് ആ തോത് വെച്ചിട്ട് കോടിക്കും അതേപോലെ തന്നെ വരയ്ക്കുന്നു. കോടിക്കും അതുപോലെ കുടുമയും ഇവിടെ കുടുമയിടുന്നു, തുളയിടുന്നു, ഇവിടെ ഇരുത്തിടുന്നു, അടിയിൽ വളത്തുളയും വരയ്ക്കുന്നു. അടിയിലത്തെ ചുറ്റുവള, ചിലൊരു സെൻറ്ററിലും ഒരു തുളയിടുന്നു വളയ്ക്ക് വേണ്ടിയിട്ട്. ഈ മെത്തേഡിലാണ് പണിയുന്നത്. പക്ഷെ ഇതിൻ്റെ അളവ് കൃത്യമായിട്ടില്ലെങ്കിൽ ഈ കോടിയും കഴുക്കോലും തമ്മിൽ വരുമ്പോൾ ഒരു 3 ഇഞ്ച് വരെ വ്യത്യാസം വരും. അത് അളവ് തോതും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് പൈതഗോറസ് തിയറി അനുസരിച്ച് ഈ കണക്ക് ഇങ്ങനെ കൂട്ടിയെടുക്കാൻ നോക്കാം. അതായത് മട്ടത്രികോണ സിദ്ധാന്തം. അത് മട്ടത്രികോണത്തിൻ്റെ ഒരു വശം 3 ഒരു വശം 4 ആണെങ്കിൽ 3 4 ആണെങ്കിൽ മറ്റേ വശം 5 ആയിരിക്കും. അതായത് ഈ 3ൻ്റെ 4ൻ്റെ വർഗമാണ് ഈ 5ൻ്റെ വർഗം. അത് പണ്ട് തൊട്ടേ ആശാരിമാരും അതുപോലെ കെട്ടുപണിക്കാരെല്ലാം ഈ മെത്തേഡിലാണ് കണക്ക് കൂട്ടുന്നത്. അത് കണക്ക് തിരിക്കാനും അതുപോലെ മട്ടം തിരിക്കുന്നതൊക്കെ ഈ കണക്ക് വെച്ചായിരിക്കും. അതായത് ഈ 3ൻ്റെ 4ൻ്റെ വർഗം 5 അല്ല, 3ഉം 4ഉം കൂട്ടുമ്പോൾ അതിൻ്റെ കർണം 5. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങുന്ന ഒരു വൃത്തം, ഈ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് അത് 2 ആയിരിക്കും. 2. അപ്പോൾ 2 3 4 5 അങ്ങനെ ആരല്ല വ്യാസം.
അങ്ങനെയാണ് ഈ കണക്ക് പോകുന്നത്. 3, 4, 5, 2, 3, 4, 5. അപ്പോൾ ഈ കണക്ക് വെച്ച് നമുക്ക് കൂട്ടുവാണെങ്കിൽ വീതി 7, 12 ആണെങ്കിൽ അതൊരു നമുക്കൊരു കോൽ കണക്കെന്നുള്ളത് പണിക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ മീറ്ററിലേക്ക് മാറ്റാം. ഒരു റൂഫിൻ്റെ നീളം ഒരു 12 മീറ്റർ, വീതി ഒരു 6 മീറ്ററാണ്. വീതി 6, 12, 6. നമുക്ക് ഈ വീതിയുടെ ഒരു 3/1 സാധാരണ എല്ലാവരും കണക്കൂട്ടാൻ എടുക്കും. അപ്പോൾ വീതിയുടെ 3/1 എന്ന് പറയുമ്പോൾ 6ന്റെ 3/1 2. 2 മീറ്റർ. ഇത് നമുക്ക് ഇതിൻ്റെ ഹൈറ്റാണ് 2 മീറ്റർ കിട്ടുന്നത്. 2 മീറ്റർ. അപ്പോൾ വീതിയുടെ പകുതിയിലേക്കുള്ളത്, വീതിയുടെ പകുതി നിന്നാണ് ഇത് മൂന്നാഴം വരുന്നത്. ഇത് ഹൈറ്റ് 2 മീറ്റർ. പിന്നെ നമുക്ക് കീഴിറക്കം വേണ്ടത് അത് എത്രയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു കീഴിറക്കിടാം. അപ്പോൾ കീഴിറക്കം വരുന്നത് ഒരു ചുറ്റളവിന് ഒപ്പിച്ച് വേണം. നമുക്കൊരു ഇതിനെല്ലാത്തിനും ഒരു ചുറ്റളവുണ്ടല്ലോ, ആ ചുറ്റളവ് കണക്കാക്കിയിട്ട് ഉള്ള കീഴിറക്കാണ് ഇടുന്നത്. ഇവിടം വരെ ഉള്ളത് കീഴിറക്കം. കീഴിറക്കത്തിനും ഒരു ചുറ്റളവുണ്ട്. നമ്മൾ ഉത്തരത്തിനൊരു ചുറ്റളവുണ്ട്, അതേപോലെ തന്നെ കീഴിറക്കത്തിനും ഒരു ചുറ്റളവിലേക്ക് ഈ കണക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇത് 2 മീറ്റർ, മൊത്തം 6 മീറ്റർ. അപ്പോൾ ഈ പകുതിക്ക് ഇങ്ങോട്ടുള്ളത് 3 മീറ്റർ. അപ്പം 3ന്റെ വർഗവും 2ന്റെ വർഗവും കൂട്ടുന്ന ഒന്നാണ് ഈ നീളം ഇവിടം വരെ. പിന്നെ ഇതിൻ്റെ നമുക്കൊരു 90 സെൻറ്റിമീറ്ററാണ് കീഴിറക്കം വെക്കുന്നതെങ്കിൽ 90ന്റെ 3/1 കൂടെ കൂട്ടണം. ഹൈറ്റ് നമ്മൾ കണക്ക് കൂട്ടാൻ. അപ്പോൾ 90ന്റെ 3/1 3, 2, 60. അപ്പോൾ 2/60 കണക്കാക്കിയിട്ട് വേണം ഇതിവിടെ ഉത്തരം വരുന്നത്, കീഴൊക്കെ ഇതിൽ വരുന്നു. അപ്പോൾ ഇതും രണ്ടും കൂടി കൂട്ടുമ്പോൾ 2/60. 2/60. ഇങ്ങോട്ടുള്ളത് 3/90. ഇത് 90 ആണെങ്കിൽ 3/90. 3/90 2/60 അതിന് കാരണമാണ് നോക്കുന്നത്. അതിൽ നോക്കിയാൽ 3/90 സ്ക്വയർ പ്ലസ് 2/60 സ്ക്വയർ, അതിൻ്റെ വർഗ്ഗമൂലം. അതായിരിക്കും ഈ മൊത്തം നീളം. പിന്നെ ഇങ്ങനെ അതിൻ്റെ ഹൈറ്റ് പിന്നെയും വരും. അത് കഴുക്കോലിൻ്റെ കന അനുസരിച്ച്. ഇത് നമ്മൾ കൂട്ടിയെടുത്താൽ ഇതാണ് കഴുക്കോലിൻ്റെ നീളം. ഇത് നമുക്ക് കോടിയുടെ കണക്ക് കൂട്ടാനാണെങ്കിൽ ഈ 3/90 അതിൻ്റെ കൂടെ അതിൻ്റെ കർണം ആക്കിയെടുക്കുക. 3/90 കർണം. 3/90 കർണം കിട്ടാൻ നമ്മളതിനെ √2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ കർണം. അത് കോടിയുടെ കണക്കെടുക്കാൻ 3.9 × √2 5.515. 515. ഈ കണക്ക് തന്നെ ഇതിലേക്ക് കൂട്ടുക. അതിൻ്റെ സ്ക്വയർ എടുക്കുക. കൂട്ടേണ്ട സംഖ്യ ഈ ഉയരം തന്നെ 2.6 അതിൻ്റെ സ്ക്വയർ. മൊത്തത്തിൽ കിട്ടുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇപ്പോൾ കിട്ടുന്ന സംഖ്യ 5.515.
30.415 കൂട്ടണം. അതും കിട്ടിയ സംഖ്യ 6.76. രണ്ടും കൂടെ കൂട്ടുക. 31.175. അതിൻ്റെ വർഗ്ഗമൂലം എടുത്താൽ 5.583. ഇതാണ് കോടിയുടെ നീളം. ഈ കണക്കിലാവുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് കണക്കാരി. തോത് വെച്ച് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അളവ് എത്തുന്ന ഒരു ചെറിയൊരു പോയിന്റിൻ്റെ മാറ്റം വന്നാൽ തന്നെ അത് വ്യത്യാസം കാണിക്കും. ഇനി അടുത്ത് നമുക്ക് ട്രിഗണോമെട്രി വെച്ച് ഈ കണക്ക് എങ്ങനെ കൂട്ടി നോക്കാം. ഇതേ കണക്ക് തന്നെ. വീതി 6 മീറ്റർ. ഇത് നമുക്ക് പകുതി എടുക്കുക. 6ന്റെ പകുതി 3. കീഴടക്കം ഒരു 90 സെന്റിമീറ്റർ എടുക്കുക. അപ്പോൾ 3.90. അപ്പോൾ 3.90 കണക്കാക്കിയിട്ടാണ് നമുക്കിനി കഴുക്കോൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്കൊരു 30 ഡിഗ്രി മുതൽ 35 ഡിഗ്രി ഹൈറ്റ് വരെ നമുക്ക് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് 30, 31, 32, 33. ഏറ്റവും നല്ലത് 32 എടുക്കുകയാണ്. 30 എടുക്കണമെങ്കിൽ കണക്കൂട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 30 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉയരം എടുക്കുന്നത് tan 30. tan 30ൻ്റെ വാല്യൂ എടുക്കുക. അത് 1/√3 ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് എടുക്കാനാണെങ്കിൽ ഈ 3.90 3ന്റെ കണക്കായിട്ടുള്ള ഹൈറ്റ് എടുത്താൽ മതി. 3 × 1/√3. 3 ഹരിക്കണം √3. അതാണ് ഇതിൻ്റെ ഹൈറ്റ്. അതായത് 1.732. ഇത്ര ഹൈറ്റ് ഉണ്ടാവും 30 ഡിഗ്രി വെച്ചാൽ. അല്ലെങ്കിൽ 32 ഡിഗ്രി ആണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും. നമുക്കൊരു 32 ഡിഗ്രി വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് വയ്ക്കേണ്ടത് tan 32 സമം 0.622. ആണ് tan 32ന്റെ വാല്യൂ. അപ്പോൾ നമുക്ക് അതിനെ 3 കൊണ്ട് ഗുണിക്കുക. കിട്ടുന്ന സംഖ്യ 1.874. ഇതാണ് ഹൈറ്റ്. ഇനി നമുക്ക് കീഴടക്കം അടക്കം കഴുക്കോലിനെ നോക്കാം. കഴുക്കോലിൻ്റെ കൂട്ടുമ്പോൾ 3 ഒരു 90 സെന്റിമീറ്റർ കീഴടക്കം വെച്ചാൽ 3.90. അപ്പോൾ ഈ 3.90 നമ്മൾ cos 32 കൊണ്ട് ഹരിക്കുക. അത് 4.598 അങ്ങനെ കിട്ടുന്നു. അതാണ് കഴുക്കോലിൻ്റെ നീളം. ഇനി നമുക്ക്
ഇതിൻ്റെ കോടിയുടെ ചെരുവ്, ഈ ചെരുവാണ് നമ്മൾ കഴുക്കോലിൻ്റെ ചെരുവാണ് ഒരു 32 എടുത്തത്, 32 ഡിഗ്രി. അപ്പോൾ നമുക്ക് കോടിയുടെ ചെരുവ് കുറച്ചും കൂടെ നീളത്തിലാണ് വരുന്നുണ്ട്, ഇതിൻ്റെ കർണം വരുന്നുണ്ട്, അതൊരു 32-ലും താഴെയായിട്ട് വരുന്നത്. അത് കണക്ക് കൂട്ടിയെടുത്താൽ നമ്മൾ ഹൈറ്റ് വയ്ക്കുന്നു, അത് 32 ആയിരിക്കണം √2, അതായിരിക്കും ഇതിൻ്റെ ചെരുവ്. അത് കണക്ക് കൂട്ടിയാൽ 23.8358 ഇങ്ങനെയാണ് എൻ്റെ കോടിയുടെ ചെരുവ് കിട്ടുന്നത്. അപ്പോൾ ഈ കോടിയുടെ ചെരുവ് നമുക്ക് ആദ്യം 390 കിട്ടിയത്. അപ്പോൾ 390ൻ്റെ കർണം എടുക്കണം കോടി കഴുക്കലിന് വേണ്ടിയിട്ട്. 390 ഇൻറ്റു √2 ഹരിക്കണം കോസ് 23.8358. ഇത് കൂട്ടി കിട്ടുന്നതായിരിക്കും കോടി കഴുക്കലിൻ്റെ നീളം. ഇത് കഴുക്കലിൻ്റെ നീളം. ഇത് കൂട്ടി കിട്ടിയാൽ സമം 6.029. ഇതായിരിക്കും കോടിയുടെ നീളം. അപ്പോൾ ഈ കണക്കും ഈ നമുക്ക് ഈ 3 മെത്തേഡിലും ഇതുപോലെ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാം. കോടിയുടെ കഴിവ് താഴെ നിന്ന് തന്നെ ഇതുപോലെ എല്ലാ കഴുക്കോലിനും ചെറിയ കഴുക്കോലിൻ്റെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കൂട്ടിയെടുക്കാം. അതുപോലെ നമ്മൾ കഴുക്കോല് ഇറക്കുമ്പോൾ ഈ മർമ്മങ്ങളിലൊന്നും കഴുക്കോല് വരാൻ പാടില്ല. 1, 2, 3, 4, 5, 6, 7. അത് ഇതിൻ്റെ മധ്യഭാഗത്ത് അതുപോലെ തന്നെ ഈ കഴുക്കോലും കോടിയും കൂടെ വരുന്ന ഇവിടെ ഒന്നും ഈ 8 മർമ്മങ്ങളിലും കഴുക്കോല് വരാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ കീഴടക്കം, ഈ കീഴടക്കത്തിൻ്റെ ചുറ്റും ഈ ഉത്തരത്തിൻ്റെ ചുറ്റിനോട് ഒരു പൊരുത്തപ്പെടുന്നവർ കണക്കിലായിരിക്കണം. അതായത് ചുറ്റളവ് പറഞ്ഞാൽ 48, പിന്നെയുള്ളത് അതിൻ്റെ 2 അങ്കുലം കൂട്ടിയിട്ടാണ്, ചുറ്റും 2 അങ്കുലം വെച്ച് കൂട്ടുന്നു. അപ്പം 48ൻ്റെ കൂടെ ഒരു 16 അങ്കുലം കൂട്ടുന്നു, 2 അങ്കുലം വെച്ച് കൂട്ടി വരുമ്പോൾ. അപ്പോൾ 16 8 16 8 24, അതായത് 41. 41 കഴിഞ്ഞാൽ അടുത്തത് 16 അങ്കുലങ്ങൾ കൂട്ടുമ്പോൾ 41 16. പിന്നെ അടുത്തത് 42 8. അങ്ങനെ കണക്കുകളിലേക്ക് ഇങ്ങനെ പോകുന്നു. അതുപോലെ 50 കോല്, 50 8, 51 51 16. ഇങ്ങനെയുള്ള കണക്കുകൾ വരുമ്പോൾ അതിനകത്ത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം ഇങ്ങനെയുള്ളതിൽ വരുമ്പോൾ ഈ മരണത്തിലേക്കുള്ള ചുറ്റ് മാത്രം ഉപേക്ഷിച്ചിട്ട് ബാക്കിയുള്ള ചുറ്റിലേക്ക് നമുക്ക് കണക്കെടുക്കാം. അതുപോലെ ഓരോ ദിക്കിലേക്കുള്ളതിനും ഓരോ കണക്കുണ്ട്. അത് അതായത് സ്ഥാനം കാണുന്ന ആശാരിമാർ പറഞ്ഞുതരും ഓരോ ദിക്കിലേക്ക് വേണ്ട
അളവുകളുടെ കണക്കുകൾ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക് തന്നെയാണ്. ഈ ചുറ്റളവും അതുപോലെ ഓരോ ദിക്കിലേക്കുള്ള അതിൻ്റെ പ്രാധാന്യവും, അതുപോലെ പണി തുടങ്ങുന്ന സമയങ്ങൾ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലേക്ക് ഇടുക. താങ്ക് യു.